ഹലോ, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും മക്കളും ഹാപ്പിയാണ്. ഞങ്ങളിതാ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇക്കാക്ക് ഇന്നലെ നൈറ്റ് ഡിസ്ചാർജായി വന്നിട്ടുണ്ട്. അവൻ ഓക്കെയാണ് കേട്ടോ. കുറേ ആൾക്കാർ അവൻ്റെ സർജറി കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും റൂമിലേക്ക് വന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പം പെട്ടെന്ന് ബെറ്ററായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സന്തോഷമായി. എന്താ പറയുക, ഇനി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ വേണം. അവന് ബെറ്ററായി പഴയ സ്ഥിതിയിലേക്ക് വരുന്നവരേക്കും എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. എന്താണ് ഇക്കാക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. എന്തിനാ ഇപ്പോൾ സർജറി ചെയ്തതെന്നൊക്കെ. അവന് ഫാറ്റി ലിവർ സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ലങ്സിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരളവിൽ ഓക്സിജൻ കിട്ടേണ്ട ഒരു ഇതുണ്ട്, ഒരളവുണ്ട് നമുക്ക് എത്ര അളവിൽ ഓക്സിജൻ വേണം എന്നുള്ളത്. അവന് ഉറങ്ങുന്ന സമയത്ത് ഒരു ശ്വാസം എടുക്കുന്നതിനൊരു ഡിഫറൻസ് ഒരു 3-4 വർഷം മുന്നേ എല്ലാവർക്കും ഫീൽ ചെയ്ത് അത് പറഞ്ഞിട്ട് അവന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അതിൻ്റെ ടെസ്റ്റും കാര്യമൊക്കെ ചെയ്തപ്പം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്, രാത്രിയിൽ നല്ല എപ്പോഴാണെങ്കിലും അവന് ഉറങ്ങുന്ന സമയത്ത് അവന് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. കൂർക്കം വലിയല്ലായിരുന്നു കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ശ്വാസം എടുക്കുന്ന സൗണ്ട് തന്നെയാണ് കേട്ടോണ്ടിരുന്നത്. അപ്പം ആദ്യം വിചാരിച്ച് കൂർക്കം വലിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടറെ കാണിച്ചത്. പക്ഷേ അത് ബ്രീത്തിനുള്ള പ്രശ്നമാണെന്നാണ് അപ്പം ഡയഗ്നോസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അന്നേ സർജറിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് വില്ലിങ് ആയില്ല. ഇപ്പോൾ അത് കുറച്ചധികമായി. ഇനി സർജറി ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി ആയപ്പോൾ അതിനുള്ള സർജറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാറ്റി ലിവർ ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള സർജറിയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു മേജർ സർജറി ആയിരുന്നു കേട്ടോ. ബൈപ്പാസ് സർജറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ റെസ്റ്റും കാര്യമൊക്കെയാണ്. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ബിസിയാണ്. ഞാൻ നേരെ കിച്ചണിലേക്കാണ് കയറിയത്. അവിടെ ഇന്നലെ നൈറ്റാണല്ലോ അവർ ഡിസ്ചാർജായി വന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഒതുക്കി വെക്കലും പെറുക്കി വെക്കലും ഒക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ കുറേ ദിവസം വീട് അടച്ചിട്ടിട്ട് പോയി പിന്നെ തിരിച്ച് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. പിന്നെ ഇക്കാക്കൻ്റെ കാര്യം ഇപ്പോൾ അവനെല്ലാം ചെയ്ത് കൊടുക്കേണ്ട ഒരു സ്റ്റേജിലാണല്ലോ. അപ്പം അവൻ്റെ പിന്നാലെ നടക്കണം ഇക്കാക്കൻ്റെ വൈഫ്. അപ്പോൾ എല്ലാ കാര്യവും ഒത്തു വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും ബിസി ആയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കിച്ചണിൽ കയറി ഉപ്പേരി സെറ്റാക്കിയിട്ടുണ്ട്. ക്യാബേജാണ് കേട്ടോ ഉപ്പേരി. അവിടുത്തെ ദേശീയ ഉപ്പേരിയാണ് ക്യാബേജ്. ക്യാബേജ് ഇല്ലെങ്കിൽ പിന്നെയും ക്യാബേജ്, വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ. പിന്നെ തീരെ പറ്റില്ലെങ്കിലാണ് അവിടെ നമ്മുടെ പയർ, ബീട്രൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. എൻ്റെ ഉപ്പൻ്റെ ഫേവറേറ്റാണ് ക്യാബേജ്. അപ്പോൾ ഉപ്പേരിക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഉപ്പൻ്റെ കൂടെ ക്യാബേജ് മാത്രമേ വരുള്ളൂ കേട്ടോ. ഞാനപ്പം ക്യാബേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതാ കുക്കറിൽ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ നമ്മളെ ഉപ്പേരി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ഇക്കാക്കൻ്റെ വൈഫ് എനിക്ക് അതിനിടയിൽ കൂടെ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ കുടിച്ചു. ഇതാ ഉപ്പേരി ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി ഇവിടെ റെഡിയായി വരുമ്പോഴേക്ക് ഇതാ പപ്പടം ചൂട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി പാത്രത്തിലോട്ട് മാറ്റട്ടോ. നന്നായി ചൂട് കുറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ. നിങ്ങളാരും പപ്പടം പൊരിച്ച പാടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് വെക്കരുത്. ചിലപ്പം പാത്രം ഉരുകും. അല്ലെങ്കിലും നമ്മൾ ചൂടുള്ള സംഭവമൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ലഞ്ചിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ ഇനി ഒന്ന് ഡൈനിങ്ങിൽ ഇരിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഹന ഫാത്തിമ ഉണ്ടല്ലോ, എൻ്റെ കാക്കൻ്റെ മോളാണ് കേട്ടോ. അവൾ ഇതാ ടി വിയിൽ എൻ്റെ വീഡിയോ തന്നെ വെച്ച് എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവളുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അതിങ്ങനെ നമ്മളെന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനിടയിൽ കൂടെ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ, പെട്ടെന്ന് ഞാനങ്ങ് സ്റ്റെക്കാവും. എനിക്ക് എൻ്റെ തന്നെ വീഡിയോ കാണുന്നത് ഇഷ്ടമല്ല ഗൈസ്. എൻ്റെ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്ത് പോയി. ഇത് ഇക്കാക്കൻ്റെ വൈഫാണ്. ഇക്കാക്കൻ്റെ വൈഫും ഞാനും കൂടെ ആണ് കേട്ടോ പുറത്ത് പോയത്. അവളെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ അവനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇതിൽ കാണിക്കുന്ന ഷർട്ടല്ല ഞങ്ങൾ എടുത്തത്. കാണിക്കുന്ന ഷർട്ടും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയ ഷർട്ടും ഇഷ്ടമായിട്ടുണ്ട്. അത് വാങ്ങിയത് ഏതാണെന്ന് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് അതങ്ങ് പോയില്ല കേട്ടോ. ഞാനും അയമോളും രേനയും കൂടെ ആണ് കേട്ടോ പോയത്. രേന എന്നാണ് കേട്ടോ അവളുടെ പേര്. അപ്പോൾ ഞങ്ങൾ ഷർട്ടൊക്കെ വാങ്ങി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായി കാണുന്നവരെ ബൈ.